250 റേറ്റ്. പക്ഷെ 225 വെച്ചേ കൂട്ടിയിട്ടുള്ളൂ. അപ്പൊ താണ്ടേ 20,250. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തൂടെ? എന്നാ പിന്നെ 250 രൂപയാക്കാം. എന്നിട്ട് അതിന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ മതിയോ? അത് വേണ്ട, 225 കൂട്ട്. ഇത് നാട്ടുകാരുടെ പൈസയല്ലേ, വീട്ടിൽ നിന്നുണ്ടെന്നൊന്നും അല്ലല്ലോ. ആ കാശും കെടു. നീ ഇത് മുൻകൂട്ടി കണ്ടു അല്ലേ? ഞാൻ എത്രയോ കാട് തരുന്നു. എന്തായാലും കൊടുത്തിട്ട് വാ, ഞങ്ങൾ പുറത്തുണ്ടാവും. ഒന്ന് പോക്കട്ടെ. ബേബി വാടാ. അമ്പേട്ടാ, എന്താ എനക്ക് തരുവാ എന്തിന്? തോക്ക്. ഇതൊന്ന് വെക്കട്ട്, എന്നിട്ട് നമുക്ക് നോക്കാം. കാട്ടുന്നോ തരുന്നില്ല. ഇതിന്റെ ഉള്ളിലെങ്കിലും വെടിവെച്ചിട്ടല്ലോ. പുതിയ ജനറേഷൻ പിന്നെ എങ്ങനെ കാര്യങ്ങൾ പഠിക്കല്? ആദ്യം ഇതെല്ലാം നോക്കി കണ്ട് പഠിക്ക്, എന്നിട്ട് നമുക്ക് വെടിവെക്കാം. 20,500. 20,500? 250 ഇല്ലല്ലോടാ. 250 ടൗണിൽ ഇറങ്ങുമ്പോ തരാം, പോരെ? എന്റെ പൊന്നെ ചേച്ചി ചതിക്കില്ല, അതേ ഉള്ളൂ. ഒന്ന് നോക്കിയ ചേച്ചി. എടാ ചില്ലറില്ല. എന്നാലേ നോക്കി പഠിക്കാം. ഇല്ല കൊണ്ടൂല. ഒന്നിങ്ങ് വന്നേ. കണ്ണേട്ടാ, കണ്ണേട്ടാ, അമ്മോട്ട് വരണ്ടു. കണ്ണേട്ടാ, കണ്ണേട്ടാ. അത് ശരി. ഒരാളാടെ വെടികൊണ്ട് ചാവാൻ കിടക്കുമ്പോ നിങ്ങളുടെ കുരുമുളക് ഇട്ട് മസാല ഇളക്കി കൊണ്ടിക്ക. എടാ ഞാനതിന് എന്റെ കണ്ണേട്ടാ, ചാക്ക് പൊട്ടിയതാടാ. ഒന്ന് വന്നേ. എന്താ പറ്റും ക്ഷീണം? ഒന്ന് സ്കാനിങ്ങിന് പോകണം. അതൊരു ചെറിയ പ്രശ്നമുണ്ട്. പന്നി കാട്ടുന്ന കിട്ടിയതല്ല. അപ്പൊ ഇത് മറ്റേ നേരിന്റെ ഫാമിൽ നിന്ന് മേടിച്ച. നേരിന്റെ അമ്മ അറിഞ്ഞു വേറെ ആരോട് പറയുന്ന കണ്ട? ആരോട് പറഞ്ഞു? നീ ഞാൻ ആരോട് പറയണ? ചന്ദ്രൻ നിൽക്കുന്ന വലിയ മൈൻഡാക്കുന്നത്. സുധാരാ, ഏത് കാട്ടുന്ന അതിനെ പിടിച്ചിന്? ഉഷ്ണമേഖല മഴക്കാട്ടുന്ന്. എന്തേ പോരുന്നാ? കണ്ണാ, മേരിന്റെ ഫാമിലി പോയിട്ട് പന്നീനെ മണിക്കാനും അറിയാം, അതിന് പെയിന്റ് പഠിക്കാനും അറിയാട്ടാ. അടിച്ചോന്നല്ലാട്ടാ, അത് വെടിവെച്ചൊരു കുണ്ടിലൂടെയാണ്. ബാലട്ടാ, നിങ്ങൾ വെറുതെ ചൊറയാക്കാൻ നിൽക്കല്ലേ, നമുക്ക് തെയ്യം ഇറങ്ങേണ്ടതാ. ആയിക്കോട്ടെ, ഇപ്പൊ കാര്യം നടക്കട്ടെ, നമുക്ക് കമ്മിറ്റി വെച്ച് കാണാലോ. കമ്മിറ്റി കൂടുമ്പോ കാണാം. നോക്കണ, നീ തോക്ക് കൊടുക്കണ പരിപാടി നോക്കും. മാറിക്കങ്ങോട്ട്. അമ്മിണി ഇളക്കിയിട്ടുണ്ട് കേട്ടാ. കുടിച്ചോ, കുടിച്ചോ. കഴിക്കുന്ന ഞാൻ വാ, അമ്മയെ കാണേ. എടാ ഭാസ്കര, ലേശം ബുദ്ധിമുട്ടിയേ, പക്ഷെ എന്നാലും നല്ല ചെമ്മ കണ്ട സാധനമാണ്. ആള് നല്ല ഉസാറാണ്. നീ ഒരു കാര്യം ചെയ്യ്, അതിനാഴ്ച ഉക്ക് കെട്ടു നോക്കാല. നമുക്കിവിടെ പ്രാർത്ഥന തുടങ്ങാം.
മോളെ നിന്റെ കുത്തക്കേട് ഇതിലെന്താവും ശരിയാവും ബാസ്. ശരിയാക്കണം. അമ്മേ എടാ നീ വരുമ്പോ സോപ്പ് മേടിക്കണേ മറക്കല്ലേ. സോപ്പ് നിങ്ങളെന്താ തിന്നല? നീ മാറ്റിയിടുമ്പോ അതല്ലേ അലക്കിത്തണ്ടേ. ഓ ഇളയപ്പനൊന്നും കാളനെ കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഓനെന്തെങ്കിലും ആയിക്കോട്ടില്ല, നീ എന്തിനാ അതെല്ലാം നോക്കുന്നത്? ആ ബായി വരാനൊന്നും പോകുന്നില്ല. ഞാൻ പോട്ട്. നീ ഇങ്ങ് കൊണ്ടുവരാ, കുറച്ച് അടുപ്പിച്ച് എടുത്ത്. കാള വരേണ്ടതും കണ്ണനെ ആക്രമിച്ചതും ചാത്തന്റെ ശാപമാണോ അതോ പ്രാക്കാണോ അതോ മൊബൈലിൽ കണ്ട നടിയുടെ വീഡിയോ ആണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഒരു കാര്യമില്ലെങ്കിലും ഒരാൾ വീണ് കിടക്കുമ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതിപ്പോ എതിർ പാർട്ടിക്കാരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. വിദ്യേ രണ്ട് കൈയും പോയിന്നാ കേട്ടിന്. ഇനി ഓൻ കുറച്ച് വെള്ളം കുടിക്കും. അതങ്ങനെ വരൂ ചന്ദ്ര. എള്ളിക്കുറിശിയപ്പൻ എന്ന് പറഞ്ഞ ആള് ചില്ലറക്കാരനാ. നാടൻ മന്തിനെ കൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും. പക്ഷെ മൂപ്പരെല്ലാം നോക്കിയും കണ്ട് കൊടുക്കും. അല്ല നീ പോയത് അത് നോക്കാനാ? ഞാൻ ആ കാര്യം പറയാനല്ലേ ഇടന്നത്. അന്നേരം സന്തോഷമുള്ള ഒരു കാര്യം കേട്ട് ഞാൻ നിന്നോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. പോയ കാര്യം പറ. എടാ ഓളെ അച്ഛനും ബന്ധുക്കൾക്കും നിന്നെ പിടിച്ചില്ല. ഓക്കോ? ഓക്കും. ഓ മാറി മാറി. വിദ്യേ നീ അത് വിടു വിദ്യേ. നമ്മുടെ തമ്പാട്ടന്റെ അടുത്തേ പേരെയും കുട്ടിയിരുന്ന കേട്ട് നമ്മക്കത് പോയി നോക്കാ. കിടു കുട്ടിയാന്ന കേട്ട്. ശരിയല്ലേ? അമ്മച്ചി ചാണം വെള്ളം കൊടുക്കുന്നു. ഗോൾഡ് ഈസ് ഗോൾഡ്. മോള് പല്ലിയൊക്കെ ഇരുന്നിട്ട് നീ എന്തിനാ രാവിലെ കണ്ണനെ കണ്ടിട്ട് ആവശ്യമുണ്ടായിനി. ഓ ആയിക്കോട്ടെ. ഇതൊന്നും നിങ്ങളുടെ കയ്യിലൊരു കവറല്ലോ. നാരങ്ങാണെങ്കിൽ രണ്ടെണ്ണം താ. അതിന്റെ ഏട്ടൻ അവിടെ തന്നെ വിളിച്ചോ. എന്നാമോ ഈ പെണ്ണെന്നിങ്ങനെ കണ്ണാ കണ്ണാ നിങ്ങളെന്താ വൈകീന്? കട കുത്തി തുറന്ന് എടുക്കാൻ പറ്റില്ല. തുറക്കണ്ടാ. 3 മേടിച്ചിരി. വില കുറഞ്ഞാൽ നല്ല ശല്യാന്നടാ. മെല്ലെ എണീക്കറ നീ. നോക്കണേ, ഇനി അലക്കാൻ നിക്കണ്ടാട്ടാ. കണ്ണാ ഇനി ഇടക്കിടക്ക് എനിക്ക് വരാൻ പറ്റൂലടാ. ഇനി എല്ലാം നീ എന്നെ നോക്കണം. ഞാൻ ഒറ്റക്കാ. എങ്ങനെ രവിയേട്ടാ? നീ കക്കൂസ് പോയിനാ? ഒന്ന് പെട്ടെന്ന് ബാ, പോയിട്ട് വരാം. കണ്ണാ നീ കളിക്കല്ലേ. എനിക്ക് പോയിട്ട് എന്തെല്ലോ പണിയുണ്ട്. എനിക്ക് വീട് നേരം വിളിച്ചു വിട്ടറാ. എങ്ങനെയാ രവിയേട്ടാ അമ്മേനെ ഹരിതനെയൊക്കെ വിളിക്കുക? ആ പ്രായ ഇതാ പറയുന്ന സമയ സമയത്ത് കല്യാണം കഴിക്കണത്. അന്നേരം ഇതാ എല്ലാം ചെയ്യും. കക്കൂസ് പോകാനും ഷഡ് ഇടാനും ഒന്നിനും ചൊറയില്ല. കല്യാണം കഴിക്കുന്ന ഷഡ് ഇടാനും കക്കൂസി കുട്ടി പോവാനുവാ. എന്താ സംശയം? എന്റെ ഭാര്യ കിടന്നപ്പോ ഞാനാ നോക്കിനി. ഒരു കുഴപ്പമില്ലായിരുന്നു. കണ്ണാ നീ വിഷമിക്കണ്ടടാ. കണ്ണുണ്ടെങ്കിലേ കണ്ണിന്റെ വിലയേറിയൊരു കണ്ണാ. അല്ല നാരായണി, പയ്യനെയും കാണുന്നില്ലേ? ഇല്ലാന്ന്. രാവിലെ എണീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല, പയ്യനെയും കാണുന്നില്ല. ആന മാത്രം. പിന്നെ ഓന്റെ തലയിൽ 4 മുടിയേ ഇല്ലു. പിന്നെങ്ങനെ മുട്ടടിക്കല്? ബൈക്കാണെങ്കിൽ അതില്ല. തിരക്കില് തോന്നില്ലടാ. വിദ്യ നീ വരുന്നില്ലേ? നല്ല ബിരിയാണി ഉണ്ടല്ലോ. അതെ, നിങ്ങൾ പോയിക്കോ. എനിക്ക് മനസ്സിലൊരു സുഖമില്ല. നീ എന്താ ചെറിയ പിള്ളേർ പോലെ? ഇതെല്ലാം നമ്മളെ ജീവിതത്തിന്റെ ഭാഗമല്ലടാ. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അല്ലടാ? പിന്നല്ലാണ്ട്. നീ ഒരിക്കൽ വന്നേ. പ്രശ്നേട്ടി
നീ പോയിട്ട് വാടാ. വീട്ടിൽ പറഞ്ഞല്ല അന്നത്തിന്റെ മുമ്പിൽ നമ്മ ബലം പിടിച്ചോട്ടാ ബീഫാന്ന ചോറായി കാവിന്റെ ഇതിൽ കൂടെ പോലെ ഇവിടെ കുറച്ച് വെള്ളം കൊടുക്കടാ. ബാലേട്ടാ എന്തെല്ലാന്ന് നന്നായിട്ട് തോന്നല്ലോ അല്ലേ? വിദ്യ നല്ല മണം എല്ലാം എടുത്തില്ലേ? എന്തായി വിദ്യ നിന്റെ കല്യാണമല്ല? കുഴപ്പമില്ല, നോക്കുന്നുണ്ട്. നടന്നാ മതി, നോക്കി പഠിച്ചോ. അടുത്തത് നിന്റെയാ. ഇലയെടുത്ത് മാറ്റ്. നിങ്ങൾ കേട്ടിരുന്നോ ബാലേട്ടാ? കാലുണ്ട് നോക്കിയാ കുനിഞ്ഞു നോക്കിയാ മതി. എന്ത് വർത്താനാണ്? അല്ല വിദ്യേ, ഈ ബാല്യക്കാർക്ക് കുറച്ച് കഴിഞ്ഞ് കഴിച്ചാ പോരെ? വയസ്സായവരെ കഴിക്കട്ടല്ല. അതെ വിദ്യ, വയസ്സായവരല്ലടാ. ഇരുന്നോട്ട് പാ, നമുക്ക് പിന്നെ ഇരിക്കാം. വാ, പ്രായമുള്ളവരല്ലേ, എണീച്ചെടുത്ത്. വിദ്യാട്ടാ അങ്ങനെ പല്ലല്ല തിന്നിട്ട് പോടാ. ഇന്നെന്താ എണീച്ചു നീ? പ്രായമായ അമ്മയില്ലടാ. ഈ എന്തെന്ന് ആ തോണ്ടി നമുക്ക് എപ്പോഴും പരിപാടിയാണ്. ഏടെ പോയി കഴിഞ്ഞാൽ ആദ്യം കരുതുന്നു. കുറച്ച് വെള്ളം തന്നെ. ഇനിയിപ്പോ ഏതായാലും അടുത്തേലും നമ്മളപ്പം ഇരിക്കാം. ആദ്യത്തെ ആ ഒരു ഉന്തുന്നട ലേശം കൊണ്ടിട്ടുണ്ട്. ഇല്ലടാ എവിടെ പ്രശ്നമായിട്ടില്ല, വരാണ്ട്. അതെന്ത് പോക്കാ നിങ്ങൾ തിന്നാണ്ട്? ഇല്ലടാ, പീടിയയിൽ കുറച്ച് പണിയുണ്ട്. പുതിയ സ്റ്റോക്കിൽ പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടോ? ഇപ്പോഴത്തെ ട്രെൻഡല്ലേ ഈടെ കൊണ്ടുവന്നിട്ട് ആരെടുക്കാനാ? നിങ്ങ വെക്കാനിട്ടല്ലേ, ഒന്ന് വെച്ച് നോക്കിയാട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട കണ്ട, ഇതെല്ലാം വെക്കണം. എന്നാണ്ടല്ലേ ചക്കന്മാര് വീടിലേക്ക് പാഞ്ഞും കയറും. ഇനിയിപ്പോ അടുത്തേല് വല്ലതും നോക്കാം. ഞാൻ വിടുകടാ. അല്ല, നിങ്ങ ചക്കനും പണിയും കാണുന്നില്ലേ? ഒരു ഫോട്ടോ എടുത്തിട്ട് പോ. ഒരിടത്ത് തന്നെ ഉണ്ടല്ലോ, പിന്നെ പങ്കെടുക്കാം. എന്നാ ശരി. ശരി, പക്ഷേ കുറച്ച് വെള്ളം 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 ഇപ്പൊ കൊണ്ടുവരാം. ഇയാളെന്നീ കാണിക്കുന്നത്. പിന്നെ ഇക്കള് വന്നാ പിടിച്ചെടുത്താൻ പറ്റുമോ? ഇക്കള് വന്നാണ്ടല്ല, കാര്യമായിട്ടൊന്ന് പേടിപ്പിച്ച് നോക്കിയേ. ഇക്കള് ബ്രേക്ക് ഇട്ടോലെ ഒന്ന് പോയ പാടുന്നു. അതെയാ? എന്നാ പിന്നെ ഞാനിപ്പോ കാണിച്ചു തരാം. ഓന്റെ ഒരു ഐഡിയ നോക്കാല. നമ്മളെ സുഹൃത്താ കണ്ടുപോലെ പെണ്ണേട്ടാ. നിങ്ങളെ പന്നി ഫാമിലി മ്യൂസിഷ്യമായിട്ട് ഡിങ്കോൾഫിയാന്നല്ലേ ന്യൂസ് കേട്ടല്ല? ഇവർക്ക് അതെല്ലാം അറിയാ. പോടപ്പെടാ, അതെ ഒരു തമാശ. എന്തിന്റെ ആവശ്യം? കുറച്ച് കഴിക്ക്, ഒരു ചെറിയ കണ്ണാട്ടാ. ഇതൊന്നും നോക്കിയട്ടെ. എന്റെ അമ്മച്ചേ, വരാൻ നോക്കിയാതെ. എടാ, നിന്റെ ആടുന്ന പ്രശ്നം കണ്ണിന് കുത്തിറക്കി. ആട് ഭയങ്കര പ്രശ്നം. ഈ കല്യാണം വേണ്ട, നമുക്ക് വേറെ നോക്കാം. ആ മോതിരം വരി. മോതിരം ഊരാനോ പറഞ്ഞത്? കൊട്ടോ ഞാൻ പോട്ടാ. ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചവരൊന്നും എന്റെ മോക്ക് വേണ്ട. നീ അങ്ങനെ പറയണ മോനെ, നമുക്ക് സംസാരിക്കാന്ന്. നീ കാര്യം മനസ്സിലാക്കി. ഒന്നും പറയണ്ട, ഇപ്പെങ്കിലും കാര്യം മനസ്സിലായിരുന്നു നന്നായി. ഓമനെ, ഞാൻ പറയുന്ന കേക്ക്. ഒന്നും പറയണ്ട നാരായണേച്ചി. പിള്ളേർ നല്ലത് പറഞ്ഞു വളർത്തണം, ഇല്ലെങ്കിൽ കണ്ട ഫാമിലൊക്കെ കേറി നേരം. നിങ്ങൾ വന്നതാമോട്ടാ. നീ ഒറ്റ ഒരുത്തി കാരണതള്ള ഓരോ സ്ഥലത്ത് പോയി എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഓനെ ഏരിയ കാണുന്നില്ല. പാഞ്ഞളില്ലേ ഓനെന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കാണാൻ അവന്റെ എല്ല് ഞാൻ വെള്ളാക്കും ഞാൻ. നീ അല്ല വീഡിയോ പിടിച്ചേ, അതെങ്ങനെ ഓന്റെ കയ്യിലെത്തി? അത് മെമ്മറിക്കാട് കൊടുത്തരം മാറിപ്പോയതാ. നാട്ടിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട് ഏനി അങ്ങനെ കുന്ത്രാന്റെ അടുത്ത് മൂന്ന് തോട്ടത്ത് തള്ളയാ. നീയല്ലേ ഒപ്പിച്ചിനി? കണ്ടാ, നീ വെറുതെ നാരായണനെ പറയണ്ട. ഞാൻ കണ്ടതാ, എല്ലാം വിദ്യാധരനാക്കിയതാ. വിദ്യാധരനാ?
ആ മകേഷ് ചെക്കൻ വെള്ളം കൊടുക്കുമ്പോ ഫോണില് സാധനം കയറ്റിട്ട് ചെക്കന്റെ സ്റ്റേജിലേക്ക് ഉന്തി വിട്ടത്. ഓനെ പിന്നെ വിഷമില്ലാണ്ടിരിക്കോ? ഓന്റെ കല്യാണം മുടക്കിട്ടല്ലേ ഇവരെന്ത് റെഡിയാക്കി? ഇന്ന് ഓന്റെ അവസാന ഓൻ അങ്ങനെ അവിടെ മാന്യനായിട്ട് ജീവിക്കണ്ട. നീ എന്ത് ഉണ്ടാടോ നോക്കിക്കണേ? ഇങ്ങോട്ട് വാ. സുധേട്ട ഓനെ തല്ലനെ കൊല്ലേ വേണ്ട. ഇവൻ നമ്മുടെ ചെക്കന്റെ കല്യാണം മുടക്കി. കല്യാണം മുടക്കിനാ? ഇത് പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവനെന്താ കോയാ സുധാര? ഞങ്ങല്ല ഇടുള്ളവരാന്നേ. എന്ത് കാര്യാണോ? ഞങ്ങൾ എല്ലാ കാര്യം അറിഞ്ഞിട്ടെന്നെ ഇടക്കുന്നത്. ഓനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരും കൂടി പോയിന്? ഇന്ന് ചൊറപ്പിച്ച കല്യാണം മുടക്കും. എന്നും മുടക്കും. ആ നിന്റെ കല്യാണം നടത്താൻ നമ്മ സമ്മതിക്കൂടാ. ഓനോന്റെ പെണ്ണിനും കൂട്ടി നിങ്ങളെല്ലാം മുന്നിൽ കൂടി നടക്കണേ. അത് ഞാൻ കാണിച്ചു എന്റെ മെമ്മറി കാർഡ് ചന്ദ്ര, നീയും നിന്റെ ടീമും ഈ നാട്ടുകാർ മൊത്തം കേൾക്കാൻ വേണ്ടി പറയാ. 1 മാസത്തിനുള്ളില് ഞങ്ങളെ കണ്ണന്റെ കല്യാണം നടത്തുക. അത് ഗംഗമായിട്ട് നടത്തുക. വേണ്ട, ഞങ്ങൾക്ക് 1 മാസം തയ്ച്ചു വേണ്ട. ഈ വരുന്ന 20 ദിവസത്തിനുള്ളില് വിദ്യന്റെ കല്യാണം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നടത്തുക. അല്ലെങ്കിൽ നീയൊക്കെ പറഞ്ഞ് എന്ത് പണി ഞങ്ങൾ ചെയ്യൂടാ? പറയുന്ന മുഴുവൻ കേട്ട് വായിത്താള ഇറക്കടാ. 2 ആഴ്ച വെറും 14 ദിവസം ഞങ്ങൾ പോയിടാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വെറും നിക്കേന്ദ്രാ ഓൻ പറയട്ടെ. എന്തരാ നാക്കിറങ്ങി പോയാ? നീ കേട്ടില്ലേ? 14 ദിവസം. അതിനുള്ളിൽ പറ്റിയില്ലെങ്കിലേ നിങ്ങ എന്ത് വേണം ചോദിച്ചോ, നമ്മ ചെയ്തു തരൂ. ഇത് എന്റെ വാക്കാടാ. ലോക്കൽ സെക്രട്ടറി സുധാകരന്റെ വാക്കാടാ. നിങ്ങൾ എല്ലാരും കേട്ടല്ലോ, ഇവരെന്ത് വേണമെങ്കിലും തരാന്ന്. അതേടാ, നിങ്ങൾ ചോദിക്കേ. ഈ വരുന്ന 14 ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളുക്കുറിശി കുട്ടിച്ചാത്തന്റെ കളിയാട്ടവും വേട്ടയ്ക്ക് പോക്കും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പേടിക്കില്ല. വെല്ലുവിളികൾ നേരിട്ട ചരിത്രം നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളൂ. കണ്ണന്റെ കല്യാണം നടത്തും. ഇത് ആനക്കാര്യൊന്നുമല്ല. വേട്ടയും കലയാട്ടും ഈറ്റൊക്കെ കുറെ നടത്തും. അത് സ്വപ്നത്തില് സമ്മതാണ്. നിങ്ങൾ പണി തുടങ്ങിക്കോ. നമ്മൻ തുടങ്ങി. ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിയായിട്ട് കാണടാ. ഓടാ ഈ ധൈര്യമായിട്ട് ഞാൻ കണ്ടുകൂടാ. സന്തോഷായില്ലേ?